ഹലോ, വെൽക്കം ബാക്ക് ടു KitchenEats. നമ്മൾ സാധാരണ ചിക്കൻ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാറ്? ചിക്കൻ ഫ്രൈ, ചിക്കൻ ബിരിയാണി, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, അങ്ങനെ നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് നമുക്കൊരു ചിക്കൻ ടോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ? ചിക്കൻ ഗാർലിക് ടോസ്റ്റ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗാർലിക് മഷ്റൂം കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ ഗാർലിക് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 3 ചിക്കൻ ബ്രസ്റ്റ് പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ പീസസ് അത്യാവശ്യം വണ്ണമുള്ള കാരണം 2 സ്ലൈസ് ചെയ്തിട്ട് അങ്ങനെ 6 പീസസിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ പീസസ് എല്ലാം ഫോർക്ക് വെച്ചോ ടൂത്ത് പിക്ക് വെച്ചോ ഇതുപോലെ എല്ലാ ഭാഗത്തും കുത്തിക്കൊടുക്കണം. എന്നാലേ നമ്മൾ ചേർക്കുന്ന മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിക്കുള്ളൂ. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ കത്തി വെച്ച് വരഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിലങ്ങനെ ചെയ്യരുത്. ഇവിടെ ഈ പീസസ് എല്ലാം തീരെ വണ്ണം കുറവാണ്. അതിൽ വരയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തിരിച്ചും മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, വരഞ്ഞു കൊടുക്കരുത്. ഫോർക്ക് വെച്ച് ഇതുപോലെ കുത്തി കൊടുക്കാനേ പാടുള്ളൂ. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരു ബൗളിലേക്കിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ മിക്സഡ് ഹെർബ് കൂടി ചേർക്കുന്നുണ്ട്. അത് ഒരു ഇറ്റാലിയൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇൻഗ്രീഡിയൻസിൽ കാണിച്ച 4 ടേബിൾ സ്പൂൺ ഓയിൽ, ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് വേണം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ മസാലയിലേക്ക് നമ്മൾ 6 ചിക്കൻ പീസസ് ഇട്ട് നന്നായി മാരിനേറ്റ് ചെയ്യണം. നമ്മുടെ ചിക്കൻ പീസസ് തിൻ സ്ലൈസസ് അല്ലേ, അപ്പോൾ വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും ചതച്ചമുളകിൻ്റെയും പിന്നെ മറ്റ് മസാലകളുടെയൊക്കെ ഫ്ലേവർ നന്നായി ഇറങ്ങി ചെന്ന് പെട്ടെന്ന് മസാല പിടിച്ചിടും. അങ്ങനെ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. അടുത്ത അരമണിക്കൂർ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെക്കാം. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിൽ എല്ലാ മസാലയും നന്നായി പിടിച്ചിട്ടുണ്ടാവും. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ 4 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ 6 ചിക്കൻ പീസസ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ ഈ ബട്ടർ മതിയാവും. ഇതിൽ കൂടുതൽ ബട്ടറോ ഓയിലോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസി അല്ലേ? നമ്മുടെ വീട്ടിൽ സാധാരണ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ മിക്സഡ് ഹെർബ്സ് മാത്രം ഒരു ഇറ്റാലിയൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. സാധാരണ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി, ഇഞ്ചി, ഗരം മസാല എല്ലാം ചേർക്കാറുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ അതൊന്നും ചേർത്തിട്ടില്ല. അത് ചേർത്തിട്ടില്ല എന്ന് വെച്ച് ടേസ്റ്റിന് ഒരു കുറവുമില്ല. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ്. ഇത് ഉണ്ടാക്കിയെടുക്കേണ്ട താമസം പ്ലേറ്റ് കാലിയാവുന്നതറിയില്ല. ചിക്കൻ പീസസ് എല്ലാം ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പാനിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ കുറച്ച് മസാല കൂടി ബാക്കിയുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർക്കാം. നാലായി മുറിച്ച മഷ്റൂമാണിത്. ഇതുകൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ചേർത്ത് തിന്നായി കലക്കിയെടുക്കാം.
ഈ കോൺഫ്ലവർ മിക്സ് മഷ്റൂമിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ ഈസിയായി ഗാർലിക് മഷ്റൂം റെഡിയായി. സോഫ്റ്റ് ആൻഡ് ജ്യൂസി ഗാർലിക് ചിക്കൻ ടോസ്റ്റ്, പിന്നെ ഗാർലിക് മഷ്റൂം, ഇത് രണ്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും.